ബിഗ് ബോസ് വീട്ടിൽ നാളെ പണപ്പെട്ടി വെച്ചോ? എത്ര ലക്ഷമാണ് വെച്ചത്? നാളെ എന്ത് ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത്? കുറച്ച് അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ്, ഫാസ്റ്റ്, ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യണം മറക്കാതെ. അപ്പോൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞത്, അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പണപ്പെട്ടി വെച്ചു എന്നാണ് കേട്ടോ. പണപ്പെട്ടി വെച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഞാനൊരു കൺഫർമേഷൻ പറയുന്നില്ല. ഇന്നലെ ഞാൻ ഒന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു പണപ്പെട്ടി വെച്ചു, ഇതുപോലെ സായി എടുത്തു, ഒരാൾ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് എത്ര ഒരു 60%, ഒരു 75% മാത്രം ഓക്കെ ആയാൽ മതി, അങ്ങനെ നിങ്ങളെ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്നും ഞാൻ പറയുന്നത്. പണപ്പെട്ടി വീണ്ടും വെച്ചു എന്ന് കേൾക്കുന്നു. 3 ലക്ഷം അങ്ങനെയാണ് കേൾക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഒരു ഗ്യാരണ്ടിയും ഞാൻ പറയുന്നില്ല. ഞാൻ അത്രയ്ക്ക് നാളത്തെ അപ്ഡേറ്റ് ഉണ്ടോ, നാളെ എത്രയാണ് വെച്ചത്, നാളെ വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഇങ്ങനെയാണ്, ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. ഈ പറയുന്ന പോലെ ഒരു പണപ്പെട്ടി വീണ്ടും വെക്കുന്നുണ്ട്. നാളെ ടാസ്ക്, സെയിം ടാസ്ക്, നമ്മുടെ രാജാവിൻ്റെ ഇതേ ടാസ്ക് തന്നെ നാളെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ടാസ്കിൽ ഉണ്ടാവാം. അപ്പം ഞാൻ ഇപ്പോൾ അറിഞ്ഞ ഒരു 2 വിവരങ്ങൾ, ഈ ടാസ്ക് തന്നെയാണ് നാളെയും. പിന്നെ പണപ്പെട്ടി വെക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ 3ഓ 6ഓ അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇപ്പോഴും ഒരു വ്യക്തമായിട്ടൊരു 100% ഉറപ്പ് പറയുന്നില്ല. ഒരു 70% ഉറപ്പിൽ നമുക്കിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊമോയിൽ കണ്ടറിയാം. അഥവാ ഒന്നുമില്ലെങ്കിലും എന്നെ നിങ്ങൾ ചീത്ത വിളിക്കാൻ വരരുത്, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളോട്, എനിക്കറിയുന്ന മുറയ്ക്ക് വന്നത് നിങ്ങൾക്കറിയാം. ഞാൻ എന്തെങ്കിലും ഞാൻ വന്ന് അറിഞ്ഞ് പറയുന്നതൊക്കെ വന്ന് സത്യമാവാറേ ഉള്ളൂ. ഞാൻ ഫേക്കെന്ന് വന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞല്ലോ, 5-6 ഇടത്തു നിന്ന് ഞാനിങ്ങനെ അറിയും. ഒരുപാട് സ്ഥലത്ത് നിന്ന് അറിയുമ്പോഴാണ് വന്ന് ഞാൻ നിങ്ങൾക്ക് ഓക്കെ പക്കയാണ് എന്ന് പറഞ്ഞ് ഞാൻ 100% പറയും. അപ്പോൾ എനിക്കിതൊരു 100% ഒരു ഉറപ്പ് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണപ്പെട്ടി ഉണ്ട് എന്ന് അറിയുന്നു. 3 ലക്ഷമോ അങ്ങനെ സംതിങ് എന്തോ ആണ്. ടാസ്ക് നാളെ ഇതേ സെയിം ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നെന്ന് അറിയുന്നു. നാളെ നമുക്ക് കാണാം എന്താവുമെന്ന്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.